ഞാൻ പക വീട്ടാൻ വന്നതാണ്, ഞാൻ ഭഗവതിയാണ്, ഞാൻ പക വീട്ടാൻ വന്നതാണ്, എനിക്ക് കുറച്ച് 2 ദിവസം മുമ്പേ വിളിച്ചിട്ടാണ്, എനിക്ക് കുറച്ച് ആൾക്കാരോട് പക വീട്ടാനുണ്ട്, ഭഗവതി പക വീട്ടാൻ വരുമോ? തോന്നുന്നുണ്ടോ ഭഗവതി പക വീട്ടാൻ വരുന്നു? സ്ത്രീ എവിടെയെങ്കിലും പീഡിപ്പിച്ചു എന്നുള്ളത് കേൾക്കാണ്ടാവും. പുരുഷൻ പീഡിപ്പിച്ചു എന്നല്ലേ കേൾക്കണത്? പുരുഷൻ അത് പോണില്ല. അപ്പോൾ പുരുഷനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ആ ഒരു ഊർജ്ജം, അതായത് മെഡിറ്റേറ്റ് ചെയ്ത് കിട്ടിയ ഒരു ഊർജ്ജം എങ്ങനെയാണ് ബോഡിയിൽ നിന്ന് റിലാക്സ് ആക്കുക എന്നുള്ളത് മൂലാധാരത്തിൽ വന്നിട്ട് ഇതങ്ങോട്ട് അടിഞ്ഞു കൂടി കഴിഞ്ഞാൽ രോഗങ്ങൾ വരുമ്പോൾ മൂലാധാരം മുതൽ അനാഹതം വരെ ഊർജ്ജം വന്നിട്ട് താഴേക്കാണ് പോകണമെങ്കിൽ അസുര സ്വഭാവം. അപ്പോൾ ഈ ദേവഭാവം വരാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടാൻ തയ്യാറാവണ്ടേ? വെറുതെ ഒരാൾക്ക് ഒരു ദിവസം ഇൻഡ്യൂഷൻ ഉണ്ടാവില്ല. ഒരാൾക്ക് ജന്മന, ഇപ്പം എനിക്ക് ജന്മന കിട്ടിയ ഇൻഡ്യൂഷൻ 6ാം ഇന്ദ്രിയം എന്ന് പറയുന്നത് നമ്മുടെ ബാക്കിലുള്ള ആ ദൃഷ്ടിനാണല്ലോ, അത് മറഞ്ഞിരിക്കുക എന്ന് പറഞ്ഞു. ശിവൻ മാത്രമേ ഇത് തുറന്നിട്ടുള്ളൂ എന്നാണ് പറയണത്. ഭാര്യയിലൂടെ അയാളിലേക്ക് പോയത് ഇങ്ങനെ പോയി. ഇപ്പം നിങ്ങളിരിക്കണ പോലെ ഇങ്ങനെ പോയി. അങ്ങനെ പോയപ്പോൾ ഇയാൾ വെയിൻ കട്ടാ, കണ്ണൊരു കണ്ണ് കാഴ്ചയില്ല. ഇത് ഞാനായിരുന്നു പറയുക, ഭാര്യയുടെ മുമ്പിൽ നിന്നിട്ടാണ് പറയണത്. അയാൾ അപ്പുറത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ വെയിൻ കട്ടാണ്, കണ്ണിന് കാഴ്ചയില്ല. പക്ഷേ ഇയാൾക്ക് ഒന്നിലും വിശ്വാസമില്ല. പക്ഷേ ഇയാൾ എൻ്റെ ഊർജ്ജം റിജക്റ്റ് ചെയ്ത് എൻ്റെ ബോഡിയിലേക്ക് അത് തിരിച്ചു വരുമ്പോൾ എനിക്ക് വല്ലാത്ത അസ്വസ്ഥത. അത് ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം ഒരു ബോള് ചുമരിലേക്ക് അടിച്ചിട്ട് അതേ സ്പീഡിൽ ആ ബോൾ നമ്മുടെ മേൽ വന്ന് അടിച്ചാൽ എന്താ ഉണ്ടാവുക? ഇതേ അവസ്ഥയാണ്. എൻ്റെ എനർജി എനിക്ക് തന്നെ തിരിച്ച് റിട്ടേൺ വന്നാൽ ഇവർ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് അവരിലുള്ള എല്ലാ പ്രശ്നങ്ങളും പറയാൻ പറ്റും. ഒരു പരിധിവരെ എൻ്റെ ഓറയിലൂടെ അവർക്കും ഒരു റിലാക്സ് ആവും. ഇയാളപ്പം തന്നെ റിജക്റ്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു പറ്റില്ല എന്ന്. എൻ്റെ ഹസ്ബൻഡിനോട് വിളിച്ച് പറഞ്ഞു ആളെ ഇരുത്താൻ പറ്റില്ല പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഭാര്യ ഇരുത്തി. ഭാര്യയിലൂടെ അയാളിലേക്ക് പോയത് ഇങ്ങനെ പോയി. ഇപ്പം നിങ്ങളിരിക്കണ പോലെ ഇങ്ങനെ പോയി. അങ്ങനെ പോയപ്പോൾ ഇയാൾ വെയിൻ കട്ടാ, കണ്ണൊരു കണ്ണ് കാഴ്ചയില്ല. ഇത് ഞാനായിരുന്നു പറയുക, ഭാര്യയുടെ മുമ്പിൽ നിന്നിട്ടാണ് പറയണത്. അയാൾ അപ്പുറത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ വെയിൻ കട്ടാണ്, കണ്ണിന് കാഴ്ചയില്ല. പക്ഷേ ഇയാൾക്ക് ഒന്നിലും വിശ്വാസമില്ല. അങ്ങനെ വിശ്വാസമില്ലാത്ത ഒരാൾ എവിടെ കാണാൻ, ആരെ കാണാൻ പോയിട്ട് എന്താ കാര്യമുള്ളത്? ഒരാളെ കാണാൻ പോയിട്ട് കാര്യമില്ല. കാരണം കഴിക്കണ മരുന്നിന് വിശ്വാസം വേണം, കാണുന്ന ഡോക്ടറെ വിശ്വാസം വേണം. നമ്മൾ ചെയ്യണ ഏതൊരു ചെറിയൊരു എക്സസൈസ് ആണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണതിന് ഒരു വിശ്വാസം വേണം. ഇപ്പം എന്നെ പരീക്ഷിക്കാൻ ഒരാൾ വന്നിട്ട് വല്ല കാര്യമുണ്ടോ? അയാളെ സമയം പോവുക, എൻ്റെ സമയം പോവുക എന്നുള്ളത് എന്താ കാര്യമുള്ളത്? അത് കാരണം കൊണ്ട് നമ്മൾ മറ്റൊരാൾക്ക് മാറ്റി വെക്കണം. അപ്പം എന്നെ കാണാൻ നമ്മൾ കുറേ അപ്പോയിൻമെൻറ്റ് കൊടുത്തു എന്ന് വിചാരിക്കൂ. എല്ലാവരും എൻ്റെ വായിലൂടെ കേൾക്കട്ടെ, അവരെ കാര്യം എന്ന് പറഞ്ഞിട്ട് എന്നെ പരീക്ഷിക്കാൻ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സമയം പോകാമെന്നല്ലാതെ എന്താ കാര്യമുള്ളത്? അപ്പം നമ്മളെന്താ ചെയ്യുക? ആരും കാണാൻ വരണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലെത്തും ഇല്ലേ? കാരണം എൻ്റെ എനർജി വെറുതെ കളഞ്ഞിട്ട് എനിക്ക് വല്ല നേട്ടമുണ്ടോ? അവർക്ക് വല്ല ഗുണമുണ്ടോ? കാരണം റിജക്റ്റ് ചെയ്യണ ഒരാൾക്ക് വല്ല ഗുണമുണ്ടോ? ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? കാണാൻ വരണ്ട എന്ന് ചിന്തിക്കും. ടാരോ റീഡിങ്, കാരണം ടാരോയിൽ കണക്റ്റ് ആക്കുമ്പോൾ എനിക്ക് സമാധാനമാണ്. ടാരോയിലേക്ക് ഊർജ്ജം കണക്റ്റ് ആക്കിയാൽ മതി അവരുടെ. ഇതെൻ്റെ മുമ്പിലിരിക്കുമ്പോൾ എൻ്റെ എനർജി അവർ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ലാത്ത ഒരാൾ എന്നെ കാണാൻ വന്നിട്ട് എന്താ കാര്യമുള്ളത്? അപ്പോൾ ടാരോ എന്ന് പറയുന്നത്, ടാരോ ഉണ്ടാക്കാൻ തന്നെ കാരണം ഒരു പറ്റം സ്ത്രീകൾ വിഷമിച്ചിട്ടിരിക്കുന്നുണ്ട് സാമ്പത്തിക പരാധീനതയിൽ. മലയാളത്തിൽ ടാരോ ഉണ്ടാക്കാൻ കാരണം അവർക്ക് കൃത്യമായിട്ടൊരു വരുമാന മാർഗത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ടാരോ ഉണ്ടാക്കിയിരിക്കുന്നത്. അവർക്കിത് വായിച്ചിട്ട് അവർക്ക് സ്വന്തമായിട്ട് ഗൈഡൻസ് എടുക്കാം, മറ്റൊരാൾക്ക് വായിച്ചു കൊടുക്കാം. നിങ്ങളുടെ അവസ്ഥ ഇതാണ്, നിങ്ങൾക്ക് പരിഹാരം പറയണമെങ്കിൽ പരിഹാരം പറഞ്ഞു കൊടുക്കാം. ചെറിയ പരിഹാരങ്ങൾ ഞാൻ പരിഹാരം പറഞ്ഞു കൊടുക്കാറുണ്ട്. ഞാൻ സ്വിച്ച് നല്ല പരിഹാരം പറഞ്ഞു കൊടുക്കാറ്. അത് ദേവി എനിക്ക് ഒരാളെ റീഡിങ് എടുക്കുമ്പോൾ ദേവി പറയും ഇന്നതാണ് പരിഹാരം, ഇന്ന പരിഹാരം ചെയ്യും. അല്ലാതെ എല്ലാവരോടും എൻ്റെ അടുത്തേക്ക് വരാൻ പറയാൻ പറ്റുമോ? എനിക്ക് ഇല്ല. നിങ്ങളുടെ അടുത്ത ക്ഷേത്രം ഇന്നത്, ആ ഭഗവതി പറയും ഇന്ന ക്ഷേത്രത്തിൽ പോകണമെങ്കിൽ ഇന്ന ക്ഷേത്രം ഇന്നതാണെങ്കിൽ ഇന്നത്, അതിന് പരിഹാരം ചെയ്താൽ മതി എന്ന് പറയും. അപ്പോൾ ആ പരിഹാരം ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ വരുന്ന വ്യക്തികൾക്ക് പരിഹാരം പറഞ്ഞു കൊടുക്കാൻ അറിയില്ലെങ്കിലും അവരുടെ ജീവിതം ഇതാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പരിഹാരത്തിന് അപ്പം എന്തെങ്കിലും ഒരു മാർഗം അവരെ മുമ്പിൽ തെളിയും. കാരണം ഇൻഡ്യൂഷൻ പവർ കൂടി കൂട്ടാനുള്ള ഒരു മെഡിറ്റേഷൻ കൂടി നമ്മൾ ടാരോ പഠിപ്പിക്കണേൽ ആഡ് ചെയ്തിട്ടുണ്ട്. വെറുതെ ഒരാൾക്ക് ഒരു ദിവസം ഇൻഡ്യൂഷൻ ഉണ്ടാവില്ല. ഒരാൾക്ക് ജന്മന, ഇപ്പം എനിക്ക് ജന്മന കിട്ടി ഇൻഡ്യൂഷൻ, പക്ഷെ അത് മറ്റൊരാൾക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. നമുക്ക് ജന്മന ഒരു കഴിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഇൻഡ്യൂഷൻ വരത്തുള്ളൂ. അത് അപൂർവം, റയർ കേസുകൾ. ഇൻഡ്യൂഷൻ എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും ഒരു അതെ, എല്ലാവർക്കും ഉണ്ട്. 6ാം ഇന്ദ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മളുടെ 6ാം ഇന്ദ്രിയം എന്ന് പറയുന്നത് നമ്മുടെ ബാക്കിലുള്ള ആ ദൃഷ്ടിനാണല്ലോ. അത് മറഞ്ഞിരിക്കുക എന്ന് പറഞ്ഞു. ശിവൻ മാത്രമേ ഇത് തുറന്നിട്ടുള്ളൂ എന്നാണ് പറയണത്. ശിവൻ തുറന്നപ്പോഴുള്ള കഥ നമുക്ക് എല്ലാവർക്കും അറിയാലോ. അല്ല, കരിഞ്ഞു പോയി, അതായത് മുമ്പിലുള്ള കാമദേവൻ പോയി കരിഞ്ഞു പോയി എന്നാണ് പറയണത്. അപ്പം ഇത് ഒരു ഞരമ്പ് വന്നിട്ട് അവിടെ ഒരു ചെറിയൊരു തട്ടുമ്പോഴാണ് നമുക്ക് ഈ വരാൻ പോണതും ഇനി നടക്കാൻ പോണതും നടന്നതും എല്ലാം കണക്റ്റ് ആവണത്.
ഇത് ചെറിയ രീതിയിലെങ്കിലും ഇവർക്ക്, കാരണം എല്ലാവർക്കും ഇപ്പം നമ്മുടെ ബോഡിയിൽ ഒരു ഏതൊരു മതത്തിലാണെങ്കിലും ക്രിസ്ത്യൻ ആവട്ടെ, മുസ്ലിം ആവട്ടെ, ഹിന്ദു ആവട്ടെ, ചക്ര എല്ലാവരും ശരീരത്തിലുണ്ട്. 7 ചക്രാസ് അല്ല, 112 ചക്ര മുതൽ 114 ചക്ര വരെ പറയുന്നുണ്ട്. അതേപോലെ ശരീരത്തിൽ നമ്മൾക്ക് ഈ ഓറ എന്നുള്ളതും എല്ലാ മതത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും ഉണ്ട്, ഇല്ലേ? അതേപോലെ ഇരിക്കണ ഒരാൾക്ക്, ഇപ്പോൾ നമ്മളൊരു പവർ ബാങ്കിൽ കുത്തുന്ന നമ്മളുടെ ഒരു മൊബൈലും ഒരു സ്വിച്ച് ബോർഡിൽ കുത്തുന്ന മൊബൈലിലുള്ള ചാർജിലുള്ള ഒരു വ്യതിയാനം, വേരിയേഷൻ നമുക്കറിയാലോ, ഇല്ലേ? ഈ പവർ പോയിന്റുകളാണ് നമ്മുടെ ചക്രങ്ങൾ. ഈ ചക്രങ്ങളിൽ അതാണ് പറഞ്ഞത് ഇവർക്ക് സൊല്യൂഷൻ ഇവരിലുണ്ട് എന്ന് പറയേണ്ട മെയിൻ കാരണം, ഇവർ വിഷമിച്ച് ഓടുമ്പോൾ അവനവനിൽ എന്നിലുള്ള കഴിവ് രാഹുലിനും ഉണ്ട്, ഈ 2 കുട്ടികൾക്കും ഉണ്ട്, എൻ്റെ ഹസ്ബൻഡിനും ഉണ്ട്. അതേ കഴിവുണ്ട്. ഞാനത് വളർത്തി, ഞാൻ കഠിന പ്രയത്നം ഞാൻ ചെയ്തിട്ടില്ല, എനിക്ക് ജന്മന കിട്ടിയതായിരിക്കാം. പക്ഷെ മറ്റൊരാൾക്ക് ജന്മന കിട്ടിയില്ലെങ്കിൽ, കാരണം പൂർവ്വജന്മങ്ങൾ ഉണ്ട് എന്ന് പറയുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഞാൻ. ഇല്ലെങ്കിൽ 40ാമത്തെ വയസ്സിൽ നീ എന്നെ എങ്ങനെയല്ലേ പൂജിച്ചിരുന്നു എന്നുള്ളൊരു ഉത്തരം വരില്ല, അവിടെ ഒരു ചോദ്യം വരില്ല. നീ എന്നെ പീഠത്തിലല്ലേ വെച്ച് പൂജിച്ചിരുന്നു എന്നുള്ളത് പറയില്ല. അപ്പം എനിക്ക് പുനർജന്മം ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ കഴിഞ്ഞ 40 വയസ്സ് വരെ അല്ലെങ്കിൽ ആ പൂർവ്വജന്മത്തിൽ ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. വീണ്ടും അതിലേക്കാണ് ഞാൻ കണക്റ്റ് ആയിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ചക്രയെ കുറിച്ചും ഞാൻ പഠിച്ചിട്ടാണോ? ഞാനൊരു ഗുരുവിൻ്റെ കീഴിലും പഠിച്ചിട്ടില്ല. ഈ ചക്രയെ കുറിച്ചിട്ട് കൃത്യമായിട്ട് എനിക്ക് എങ്ങനെ അറിയാം? ഈ ചക്രയിലുള്ള ആ വ്യതിയാനങ്ങൾ എനിക്ക് കൃത്യമായിട്ട് എങ്ങനെ അറിയാം? എവിടെയും പോവാതെ അറിയാം എങ്ങനെ ഒരു സാധാരണ വീട്ടമ്മയ്ക്ക്? അപ്പോൾ ഈ ചക്രകളെല്ലാം ആക്ടിവേറ്റ് ആയിക്കഴിഞ്ഞാൽ ഇവരുടെ ശരീരത്തിലെ പ്രധാന പ്രശ്നങ്ങൾ മാറും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചക്ര മെഡിറ്റേഷൻ കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത് പഠിക്കാൻ വരുന്ന ഒരാൾക്ക്, ഇപ്പോൾ നമ്മളൊരു ഓഫ്ലൈൻ ക്ലാസ് വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, നമ്മളുടെ വ്യൂസിന് തയ്യാറാണെങ്കിൽ മാത്രം ഒരു ഓഫ്ലൈൻ ക്ലാസ് കൊടുക്കാൻ. കാരണം ഒരുപാട് പേര് ഇങ്ങനെ മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതിലും വ്യത്യാസമുണ്ട്. വെറുതെ പോയിട്ടിരുന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ, ഞാൻ എന്നും രാവിലെ എണീറ്റ് മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, പക്ഷെ അവർക്കൊരു മാറ്റമില്ല. എന്താ കാരണം? അവൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുകയാണ്. അവൻ രാവിലെ എന്നും നമ്മൾ 3 നേരം ഭക്ഷണം കഴിച്ചിട്ട് ജോലിക്ക് പോണ പോലെ എന്നും പോണു, അത്രയേ ഉള്ളൂ. അത് ഫീൽ ചെയ്യണില്ല. നമ്മൾ ചെയ്യണം, നേടണം എന്ന് രണ്ടും തന്നെയാണ്. ഇതുകൊണ്ടൊരു മാറ്റം ഉണ്ടാവണമെന്ന് ചിന്തിച്ചാൽ മാത്രമേ മാറ്റം ഉണ്ടാവൂ. അത്രയേ ഉള്ളൂ. അല്ലാതെ വെറുതെ രാവിലെ മുതലിരുന്ന് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ഇരുന്ന് കുറച്ച് എന്തൊക്കെയോ ജപിച്ച്, അല്ലെങ്കിൽ ഞാൻ കുറ്റം പറയല്ല, കാരണം അവസ്ഥയാണ്, അതായത് അനുഭവിക്കണം അത്. ആ ഒരു പ്രപഞ്ചത്തിൽ ഈ സഹസ്രാരത്തിലും ഈ ത്രികുടി എന്നാ പറയുക, എന്തോ എനിക്കറിയില്ല, സഹസ്രാരത്തിൽ ഒരു പോയിന്റ് ഓപ്പണായി വരും. ഈ പോയിന്റ് എല്ലാവർക്കും ഓപ്പൺ ആവണുണ്ടോ? എല്ലാവർക്കും ഓപ്പൺ ആയാൽ ഇവർ കിടന്ന് ഓടേണ്ട കാര്യമില്ല. കാരണം അവരുടെ പ്രോബ്ലം അവനിൽ ഒതുങ്ങുകയാണ്. അപ്പോൾ കാരണം തന്നെത്താനെ കണ്ടെത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവർ പുറത്തേക്ക് ഇറങ്ങില്ല. രോഗങ്ങൾ വരുമ്പോൾ മൂലാധാരം മുതൽ അനാഹതം വരെ ഊർജം വന്നിട്ട് താഴേക്കാണ് പോകണമെങ്കിൽ അസുര സ്വഭാവം അല്ലെങ്കിൽ ആസുരികമായ സ്വഭാവം, അനാഹതത്തിന് മേലെ അങ്ങോട്ട് ഊർജം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവഭാവമാണ്. അപ്പോൾ ഈ ദേവഭാവം വരാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടാൻ തയ്യാറാവണ്ടേ? അപ്പം മൂലാധാരത്തിൽ ബ്ലോക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മൂലാധാരം ബ്ലോക്കായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്രിയ, ഇച്ഛ, ജ്ഞാനം 3 ഭാഗങ്ങളെ പറയണ്ടല്ലോ. ഇച്ഛ, ജ്ഞാന, ക്രിയ, ശക്തി. ക്രിയ, ഇച്ഛ ഉണ്ടെങ്കിലാണ് ക്രിയ ചെയ്യാൻ പറ്റുള്ളൂ. ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ക്രിയ ചെയ്യാൻ പറ്റുള്ളൂ. ക്രിയ ഉണ്ടെങ്കിൽ ജ്ഞാനം ഉണ്ടാവുള്ളൂ. ക്രിയ വെച്ചാൽ നമുക്ക് ചെയ്യണം എന്നുള്ളൊരു ത്വര, ആദ്യം ഇച്ഛിക്കണം, എനിക്കത് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ഇച്ഛ വരണം നമ്മളെ അതിൽ. ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ ഇച്ഛ വന്നാൽ മാത്രമേ ക്രിയയിലേക്ക് പോകുള്ളൂ. ഊർജ്ജം ക്രിയേറ്റ് ആവുന്നത് മണിപ്പൂരകത്തിലാണ്. അപ്പോൾ ഇച്ഛ എവിടുന്ന് വരണം? മൂലാധാരം കടന്ന് സ്വാധിഷ്ഠാനത്തിലെത്തണം ഇച്ഛാശക്തി വരണമെങ്കിൽ. ക്രിയാശക്തി വരണമെങ്കിൽ ഈ മണിപ്പൂരകത്തിൽ വരണം. അവിടുന്ന് അങ്ങോട്ട് ഇത് പോകണം. എവിടേക്ക്? ജ്ഞാനത്തിലേക്ക് വരണമെങ്കിൽ ഇവിടെ വിശുദ്ധി കടന്ന് അങ്ങോട്ട് മേലേക്ക് പോകണം. ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. പക്ഷെ അവനത് ചെയ്യണമെന്ന് മാത്രം. ചെയ്യണം രണ്ടും വേണം എന്നുള്ളതും ഞാനത് ചെയ്യും. പക്ഷെ അതിനത് ചില ആളുകൾ പറഞ്ഞു വെച്ചിട്ടില്ല. അതായത് ഒരാളുടെ ഗൈഡൻസ് ഇല്ലാതെ അത് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഭ്രാന്തിലേക്ക് വരെ അങ്ങനെ എത്തിപ്പോകും. അതെന്താണെന്നറിയോ? ചില ആൾക്കാർ വെറുതെ ഇരുന്ന് ഞാൻ ഒറ്റയ്ക്കിരുന്ന് മെഡിറ്റേറ്റ് ചെയ്ത ഒരാളാണല്ലോ. എനിക്ക് ഗുരു ഇല്ല, അത് ഗൈഡൻസ് ഇല്ല, അത് ഒറ്റയ്ക്ക് ചെയ്തത്. എനിക്ക് ഭ്രാന്തൊന്നും വന്നില്ലല്ലോ.
അപ്പോൾ ഇവർക്ക് എൻ്റെ കൂടെ വരുന്ന ആൾക്കാർക്ക് എൻ്റെ ഗൈഡൻസിലാണ് ഞാൻ കൊടുക്കുന്നത്. എൻ്റെ എല്ലാ അനുഭവങ്ങളുമാണ് ഞാൻ അവർക്ക് പങ്കുവെക്കുന്നത്. ഞാൻ എങ്ങനെയൊക്കെ അനുഭവിച്ചു, എന്തൊക്കെ മാറ്റങ്ങളുണ്ടായി, എവിടെയൊക്കെ എന്തുണ്ടായി എന്നാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഈ ഭ്രാന്തമായ അവസ്ഥ വരുന്നത് എന്താണെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ഈ കോൺഷ്യസ് മൈൻഡിൽ നിന്ന് ഊർജം നമുക്ക് കൃത്യമായിട്ട് അത് കാരണം മൂലാധാര തത്വം ഉണർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ കുറെ കേട്ടിട്ടില്ലേ, പീഡിപ്പിച്ചു, അവരെ പീഡിപ്പിച്ചു, ഇവരെ പീഡിപ്പിച്ചു. അതെ, ഡെയിലി. കാരണം പ്രത്യേകിച്ച് ഈ മതപണ്ഡിതന്മാർ, അതുപോലെ തന്നെ ഈ എനർജി കൂടുതൽ ഇതാക്കുന്ന ആൾക്കാർക്ക് ഫോക്കസ് പോണത് ഇതിൽ തന്നെയാണ്. സെക്ഷൽ മൈൻഡ് പോണത് ആ മൂലാധാരത്തിലെ ആ ഊർജം അവർക്ക് താങ്ങാൻ പറ്റാണ്ടാകുമ്പോഴാണ്. സ്ത്രീ എവിടെയെങ്കിലും പീഡിപ്പിച്ചു എന്നുള്ളത് കേൾക്കാണ്ടാവും? ഇല്ല. പുരുഷൻ പീഡിപ്പിച്ചു എന്നല്ലേ കേൾക്കണത്? സ്ത്രീ പീഡിപ്പിച്ചൊക്കെ രഹസ്യമായിട്ട് എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും, ഇല്ലയെന്ന് പറയാം. പക്ഷെ സ്ത്രീകൾക്ക് മെൻസസ് ആയിട്ടും പ്രസവത്തിലൂടെയും ഈ ഊർജം പോകുന്നുണ്ട്, പുരുഷൻ അത് പോകണില്ല. അപ്പോൾ പുരുഷനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ആ ഒരു ഊർജം, അതായത് മെഡിറ്റേറ്റ് ചെയ്ത് കിട്ടിയ ഒരു ഊർജം എങ്ങനെയാണ് ബോഡിയിൽ നിന്ന് റിലാക്സ് ആക്കുക എന്നുള്ളത് മൂലാധാരത്തിൽ വന്നിട്ട് ഇതങ്ങോട്ട് അടിഞ്ഞു കൂടി കഴിഞ്ഞാൽ അവൻ്റെ ചിന്തയിലേക്ക് പോവുക, സെക്ഷൽ മൈൻഡിലേക്ക് പോവുക. ആ മൂലാധാര തത്വത്തിൻ്റെ ഒരു ഇതാണ്. അവിടുന്ന് മറികടക്കാൻ പറ്റാണ്ടാകുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഇതുതന്നെയാണ് ഭ്രാന്തമായ അവസ്ഥയിൽ വരുന്നത്. വിശുദ്ധിയിൽ നിന്ന് അങ്ങോട്ട് ഊർജം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് അബ്നോർമൽ ആവണതും ആ ഊർജത്തെ വേണ്ട രീതിയിൽ കേന്ദ്രീകരിക്കാൻ പറ്റാതെ വരുമ്പോഴാണ്, അത് മനസ്സിലാക്കാൻ കഴിയാതിരിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ അബ്നോർമൽ ആവും. ചിലപ്പോൾ എന്നെ ഒരു ലേഡി വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പക വീട്ടാൻ വന്നതാണ്, ഞാൻ ഭഗവതിയാണ്, ഞാൻ പക വീട്ടാൻ വന്നതാണ്. എനിക്ക് കുറച്ച് 2 ദിവസം മുമ്പേ വിളിച്ചിട്ടാണ്, എനിക്ക് കുറച്ച് ആൾക്കാരോട് പക വീട്ടാനുണ്ട്, ഭഗവതി പക വീട്ടാൻ വരുമോ? തോന്നുന്നുണ്ടോ ഭഗവതി പക വീട്ടാൻ വരുന്നു? അപ്പം അതെന്താ അവരുടെ മൈൻഡിൽ കിടക്കണത്? അവർ അബ്നോർമലാണ്. കാരണം ആ ഊർജം ഞാനിരിക്കണ പോലൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞു, അവരുടെ ഊർജം കറക്റ്റായിട്ട് പോയിട്ടുണ്ടോ?